വയനാട് കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ പോലീസുകാരനെ മർദ്ദിച്ചെന്ന പരാതിയിൽ KSU ജില്ലാ പ്രസിഡന്റിനെതിരെ കേസ്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് ഗൗതം ഗോകുൽദാസിനെതിരെ കൽപ്പറ്റ പോലീസ് കേസെടുത്തത്. SI നൽകിയ പരാതിയിലാണ് കേസ്. AK അഭിലാഷുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. AK അഭിലാഷ്, ദില്ലിയിലെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന പ്രതിഷേധത്തിനിടെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നു. ഏതൊക്കെ വകുപ്പുകൾ? തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയായിരുന്നു നടന്നത്. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഇന്നലെ KSUവും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധ സമരം നടന്നത്. അതിനിടെ പോലീസ് പ്രവർത്തകരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് വലിയ തരത്തിലുള്ള വാക്കേറ്റത്തിനും അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്കും കലാശിച്ചു. ഇതിന് പിന്നാലെയാണ് പ്രൊബേഷണൽ SI ആയ ബേസിൽ പോളിന്റെ മുഖത്ത്, അതായത് KSU വയനാട് ജില്ലാ പ്രസിഡന്റ് കൂടിയ അഡ്വക്കേറ്റ് ഗൗതം ഗോകുൽദാസ് അടിക്കുന്ന ഇതോടുകൂടി അതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്തു. അതിന് പിന്നാലെ തന്നെ ഇയാൾ പരാതി നൽകി. ഈ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രധാനമായും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള ഗുരുതരമായ വകുപ്പാണ് ഇപ്പോൾ ഗോകുൽദാസിനെതിരെ ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. അതായത് ജാമ്യമില്ലാ വകുപ്പ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണുകയും ചെയ്തത്. ഏതായാലും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് അസോസിയേഷന്റെ ഭാഗത്തൊക്കെ വരികയും ചെയ്തത്. അത്തരൊരു സമ്മർദ്ദം കൂടി കേസെടുക്കുന്നതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് നമുക്ക് വ്യക്തമാകുകയും ചെയ്തത്. ഏതായാലും വലിയ സംഘർഷത്തിന് ഇടയിലാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ കൂടി അവിടെ ഉണ്ടാവുകയും ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് ഗൗതം ഗോകുൽദാസിനെതിരെ കൽപ്പറ്റ പോലീസ് കേസെടുത്തിരിക്കുന്നത്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.